അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. اللهم صل على سيدنا محمد النبي الأمي الطاهر الزكي وعلى آله وصحبه وسلم. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت هيلتي يدركني أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أرسلناك شاهدا ومبشرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. صدق الله صدق الله صدق الله مولانا العلي العظيم. قال نبينا وحبيبنا وشفيعنا وثمرة فؤادنا محمد صلى الله عليه وسلم. أنا من نور الله والمؤمنون من فيض المريد. صدق رسوله الكريم صلى الله عليه وسلم. ثم رضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف آشر الكرم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. وعلى محمد سيدنا محمد. മഹത്വമേറിയ സദസ്സിലെ സമാദരണീയനായ അധ്യക്ഷൻ ബഹുമാന്യനായ കാവ്യ അഷ്റഫ് സ്വാഗതമാശംസ മഹല്ല് സെക്രട്ടറി മിൻഷാദ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത
അസാന്നിധ്യത്തിലെങ്കിലും ബഹുമാനപ്പെട്ട സയ്യിദ് ഹാരിസ് അലി ശിഹാബ് തങ്ങൾ, ആശംസ അർപ്പിച്ച സയ്യിദ് അലി വാക്കവി മഹല്ല് ഖാദി, ബഹുമാന്യനായ മഹല്ല് പ്രസിഡന്റ് ഹംസ ഹാജി, ബാപ്പു സാഹിബ്, മായി നബൂക്കർ ദാരിമി, കെ സി അബ്ദുറഹ്മാൻ, റഫീഖ് കുന്തിപ്പുഴ, മുസ്തഫ ഹാജി, ബഷീർ കല്ലടി, അബ്ബാസ് ഹാജി, എന്റെ പ്രിയ സുഹൃത്ത് ഹംസ മുസ്ലിയാർ, സ്റ്റേജിലും താഴെയുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ, വന്യവയോധികരായ കാരണവന്മാർ, നാളെയുടെ വാഗ്ദാനങ്ങളും ഇന്നിന്റെ പ്രതീക്ഷകളും സ്നേഹത്തിന്റെ പ്രതീകങ്ങളുമായ യുവജന സുഹൃത്തുക്കൾ, പ്രിയപ്പെട്ട ഉമ്മതങ്ങന്മാർ, 2 ദിവസങ്ങളിലായി പ്രദേശത്തെ സമസ്ത കേരള സുന്നി സുഹൃത്ത് ഫെഡറേഷന്റെ കീഴിലായി സംഘടിപ്പിക്കപ്പെട്ട പ്രഭാഷണ സദസ്സിലെ ആദ്യത്തെ ദിവസത്തില് നാം ഒരുമിച്ച് കൂടിയത്. വിലപ്പെട്ട രാത്രിയും ധനപ്പെട്ട വിഷയവും പവിത്രമായ ലക്ഷ്യവും പ്രതീക്ഷയുള്ള തുടക്കവും ഒക്കെയായി സദസ്സ് അൽഹംദുലില്ലാഹ് ആത്മീയമായി വല്ലാതെ ക്ഷേമമായിരിക്കുകയാണ്. ഈ ബാഹ്യതല സ്പർശിയായ സൗന്ദര്യവും സുഗന്ധവും ആന്തരികതല യാഥാർത്ഥ്യമായി വ്യാഖ്യാനിക്കാൻ അല്ലാഹു സംഘാടകരുടെ നിയ്യത്ത് പോലെ നമ്മുടെ കരുത്തിലും തീരുമാനവും ബർക്കത്തും പൂർത്തീകരിക്കുവാനുള്ള നെഞ്ചുറപ്പും ഒക്കെ അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഞാൻ ഇന്ന് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വിഷയം പ്രപഞ്ചത്തിൽ പ്രഭചരിഞ്ഞ പ്രവാചക പ്രഭു എന്നതാണ്. ഇത് ഒരു ദിവസങ്ങളിലോ പല ദിവസങ്ങളിലോ പല ആണ്ടുകളിലോ പലരും പലരോട് പലപ്പോഴും സ്റ്റേജും പേജും നാക്കും വാക്കും എത്ര ഉപയോഗപ്പെടുത്തിയാലും പറയാനും പറഞ്ഞു തുടങ്ങാനും പറ്റാത്ത പാരാവാരം പോലെ പ്രവിശാലമായ പരന്ന സമുദ്രത്തിൽ ഒരു സൂചി ഇറക്കിയാൽ അതിന്റെ ചെറിയ ദ്വാരത്തിലേക്ക് കയറി വരുന്ന ജലാംശത്തെ പോലും ഈ മഹാപ്രപഞ്ചത്തെ സ്പർശിച്ചുകൊണ്ട് സംസാരിച്ചാൽ ഒരിക്കലും ആ ഒരു ജലത്തുള്ളിയുടെ കണിക പോലും ഉൾക്കൊള്ളാൻ ഒരാളുടെയും വാക്ക് വൈഭവങ്ങൾക്കോ ചിന്തകൾക്കോ കഴിയാത്ത ലോകത്തെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലെ പ്രതിഭയും പ്രതിഭാസവും നിത്യകന്യക പ്രതിഭയുമായ മരിക്കാത്ത നിത്യകന്യകയായ ഓർമ്മ കൊണ്ട് ഏതൊരു സ്മരണ കൊണ്ടാണോ ഭൂപ്രപഞ്ചത്തെ അല്ലാഹു അലങ്കരിച്ചത്, ആ മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവദാനങ്ങൾ, അവിടുത്തെ പ്രകീർത്തനങ്ങൾ, അവിടുത്തെ മുന്നിൽ സ്വലാത്ത് ചൊല്ലുക, അതിനൊക്കെ വേണ്ടിയാണ് ഇന്ന് നാം ഒരുമിച്ച് കൂടിയത്. എന്തുകൊണ്ടും ഇതൊരു സ്വർഗീയ ബസാറായി മാറിയിരിക്കുകയാണ്. പൊതുവെ പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് ഭാഗങ്ങളിൽ മഴ കനത്താൽ ആളുകൾ തീരെ പുറത്തേക്ക് ഇറങ്ങുകയില്ല, ഇറങ്ങുന്നതൊക്കെ പാറ്റകളായിരിക്കുമെന്ന് ഞങ്ങളുടെ ആ തിരൂര് ഭാഗങ്ങളിലൊക്കെ കേൾക്കാറുണ്ട്. ഇന്ന് 5 മണി മുതൽ അതിശക്തമായിട്ടുള്ള പന്തൽ പോലും പൊളിഞ്ഞു പോകുമോ എന്ന് സംഘാടകരെ ആശങ്കപ്പെടുത്തുന്ന മഴയായിട്ടും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് കേൾക്കാൻ അടുത്തു നിന്നും ദൂരെ നിന്നുമായി അൽഹംദുലില്ലാഹ് അല്പമൊക്കെ ആളുകൾ എത്തുകയും എത്തിത്തുടങ്ങുകയും ഒക്കെയാണ്. ആമുഖമായി എത്തിയവരെ അഭിനന്ദിക്കാനോ എത്താത്തവരിൽ സങ്കടം പറയാനോ സമയം ചെലവഴിക്കാതെ ഞാൻ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രവിശാല പവിത്രമായ സൗഭാഗ്യ വിഷയത്തിന്റെ തീരാത്ത പട്ടികയുടെ ആദ്യാക്ഷരത്തിലേക്ക് ഞാൻ എന്നെയും നിങ്ങളെയും സ്വാഗതം ചെയ്യുകയാണ്. മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സദസ്സ് അത് സ്വർഗീയ ബസാറാണ്. ചില അങ്ങാടികളിലേക്ക് പോയാൽ ഗൾഫ് ബസാറ് കാണാൻ കഴിയും. എന്റെ നാടായ തിരൂരിന്റെ മാർക്കറ്റിന്റെ പറകഭാഗത്തുള്ള അങ്ങാടിക്ക് പേര് ഗൾഫ് ബസാർ എന്നാണ്.
കാരണം അവിടെ പോയാൽ ഗൾഫിലെ ഒട്ടുമിക്ക സാധനങ്ങളും ക്യാഷ് കൊടുത്തുകൊണ്ട് വാങ്ങാൻ കഴിയുമെന്നതാണ്. എന്നാൽ ഇഷ്കുർ റസൂലിന്റെ സുഗന്ധം പരത്തുന്ന സദസ്സ് അത് സ്വർഗീയ ബസാറാണ്. കാരണം അവിടെ വന്നിരുന്നാൽ സ്വർഗത്തിലെ സാധനങ്ങൾ മടിശീലയിലിട്ടുകൊണ്ട് പിരിഞ്ഞു പോകാൻ കഴിയും. അതാണ് മുഹമ്മദ് മുസ്തഫ. ഈ ലോകത്ത് സ്വർഗം പണം കൊടുത്തുകൊണ്ട് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രധാനമായിട്ട് 3 വഴിയാണുള്ളത്. ഒന്ന് സമനുൽ ജന്നത്തി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, സ്വർഗത്തിന്റെ വില അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റാണ് എന്ന് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രോജ്വലമായ അരുളപ്പാട് ഞാൻ അനുസ്മരിക്കുകയാണ്. ആ സ്വർഗത്തിന്റെ വാതായനങ്ങൾ മനുഷ്യന് അനുകൂലമായിട്ട് തുറന്നു കിട്ടണമെങ്കിൽ മുത്ത് മുസ്തഫായുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്ത് അനുപേക്ഷണീയമാണ്. അപ്പൊ ശഫാഅത്തിന് ദുനിയാവിൽ വില കൊടുത്തുകൊണ്ട് അഡ്വാൻസ് കൊടുത്തുകൊണ്ട് ബുക്ക് ചെയ്യണമെങ്കിൽ സമനു ശഫാഅത്തി അസ്സലാത്തു അലൻ നബിയിൽ മുഅല്ലമി അൽ മുകറമിൽ മുമജ്ജബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് രണ്ടും ഒരുപോലെ ഒരുമിച്ച് കൂടിയ സദസ്സാണ്. അതിനു പുറമെ സദഖയുടെ ലക്ഷ്യം അല്ലാഹു ഒക്കെ പൂർത്തിയാക്കി തരട്ടെ. ആരാണ് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ? അല്ലാഹുവിന്റെ അഹബ്ബാണ്, ഖൽഖിന്റെ അഷ്റഫാണ്. അഹബ്ബുൽ ഖൽഖി ഇലല്ലാഹ് നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. സൃഷ്ടിചരാചരങ്ങളിൽ പടച്ച തമ്പുരാൻ ഏറ്റവും പ്രിയപ്പെട്ട ഉത്കൃഷ്ടമായ ഒരു സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചാൽ പ്രമാണം പരതുന്നവരിൽ പക്ഷാന്തരമില്ലാതെ പ്രഖ്യാപിക്കപ്പെടുന്ന നഗ്ന പരമാർത്ഥത്തിന്റെ സൗഭാഗ്യവാക്യമേ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ലോകത്ത് മനുഷ്യന് വേണ്ടിയാണ് സകലതും. സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടത് മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ മനുഷ്യന് വേണ്ടിയുള്ള സൂര്യൻ മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പേ അല്ലാഹു വെച്ചതാണ്. ഭൂമി മനുഷ്യന് വേണ്ടിയാണ്. പക്ഷെ ഭൂമിയെ പടക്കപ്പെട്ടതിന് ശേഷമാണ് മനുഷ്യൻ കടന്നു വരുന്നത്. ആകാശമേലാപ്പ് പറത്തിയത് മനുഷ്യന് വേണ്ടിയാണ്. അതിലെ അനന്തകോടി താരകങ്ങൾ മിന്നിത്തിളങ്ങുന്നതും കണ്ണടച്ച് ചിന്തുന്നതോ കണ്ണു ചുണ്ടി തുറക്കുന്നത് മനുഷ്യന് വേണ്ടിയാണ്. ഇതെല്ലാം മനുഷ്യൻ പിറവിയെടുക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു സംവിധാനിക്കുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ സൂര്യന്റെ പ്രഭയുടെ റോള് മനുഷ്യന്റെ ശരീരത്തിലാണ്. ഈ സൂര്യന്റെ പ്രഭാകിരണങ്ങൾ ഒഴുകി വരുന്നത് അത് മനുഷ്യന്റെ ശരീരത്തിന് വേണ്ടിയാണ്. ഈ ശരീരത്തിന് വേണ്ടിയുള്ള പ്രഭാവത്തെ പരത്തവൻ മനുഷ്യ ബോഡിയെ സംവിധാനിക്കുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് സൃഷ്ടിപ്പിച്ചുവെങ്കിൽ മനുഷ്യനെന്ന് പറയപ്പെടുന്ന വാക്ക് നേരെ ചെന്ന് മുട്ടുന്നത് ഈ ബോഡിയിലേക്കല്ല, അവന്റെ ആത്മാവിലേക്കാണ്. ഈ ബോഡിയിലേക്കല്ല. ബോഡി എന്നത് കേവലം ഭോഗിയാണ്, എഞ്ചിൻ ആത്മാവാണ്. ഈ ബോഡിയാകുന്ന ബോഡിക്ക് വേണ്ടിയുള്ള പ്രഭാ സംവിധാനമായ ജ്യോതിർഗോളമായ സൂര്യന് ഈ ബോഡി സൂചിക്കപ്പെടുന്നതിന്റെ കൊല്ലങ്ങൾക്ക് മുമ്പ് അല്ലാഹു സൃഷ്ടിച്ചുവെങ്കിൽ മനുഷ്യനെന്ന വാക്ക് നേരെ പോയി പറയുന്ന ആത്മാവിനൊരു സൂര്യൻ വേണ്ടേ, ആത്മാവിനൊരു അമ്പിളി വേണ്ടേ, ആത്മാവിനൊരു പൂരി വേണ്ടേ, ആത്മാവിനൊരു മേലാപ്പ് വേണ്ടേ, ആത്മാവിനൊരു ഭക്ഷണം വേണ്ടേ. ആത്മാവിന്റെ സൂര്യനാണ് പ്രപഞ്ചത്തിൽ പ്രവചരിച്ച പ്രവാചക പ്രഭു നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ. ആണുങ്ങളൊന്നും ഉറക്ക സ്ഥലത്തല്ല, ഓപ്പറേറ്റർ ഇതിനിടയിലൊന്ന് കൂട്ടുന്നു.
ആണുങ്ങൾ ഉറക്ക സ്വലാത്തല്ലണം, പെണ്ണുങ്ങൾ മെല്ലല്ലേ. ആണുങ്ങൾ ഉറക്ക സ്വലാത്തിന് മലക്കുകൾ ഇവിടുന്ന് തിങ്ങി നിറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകാതെ സ്വലാത്തല്ലേ ഓരോ മനുഷ്യന്മാരും പ്രത്യേകം നോട്ട് ചെയ്തിട്ട് രേഖപ്പെടുത്തിയിട്ട് അതുകൊണ്ട് നാളെ പരലോകത്ത് പ്രൈസ് അടിച്ച് ജയിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ആണുങ്ങളെന്നുറപ്പ് പ്രപഞ്ചത്തിൽ പ്രഭ ചൊരിഞ്ഞ പ്രവാചക പൂങ്കവരെ നബിയുനാ വഹബീബുനാ മുഹമ്മദ് മുസ്തഫ ഖൽബിന്റെ കവാടങ്ങൾ മദീനയിലേക്ക് തുറക്കേണ്ട സമയമാണ്. കവിതക്കുതിരിലിരുന്നുകൊണ്ട് സ്വർഗീയമായ താമരയെ പാവനലോകത്തെ പ്രതിഷ്ഠിക്കേണ്ട മുഹൂർത്തമാണ്. മദീനയുടെ കുളിർക്കാറ്റിന് പറയാനുള്ള കുശലം കേൾക്കാൻ ശ്രവണപുടങ്ങൾ തുറക്കപ്പെടേണ്ട സമയമാണ്. ഹൃദയം ധരിക്കുന്നതും റൂഹ് തുറക്കുന്നതും ഖൽബ് പ്രസരിക്കുന്നതും ചുണ്ട് വറക്കുന്നതും കണ്ണിൽ ധാരമായ വാർന്നൊലിക്കുന്നതും കണ്ണുനീർ കവിൾത്തടങ്ങളെ തൊഴിത്തലോടുന്നതോ ശരീരത്തിന്റെ രോഗോരോമകുംഭങ്ങൾ എഴുന്നേറ്റ് നീക്കുന്നതും ഹൃദയത്തിന്റെ വാതായങ്ങൾ തുറക്കപ്പെടേണ്ടതും മദീനയുടെ സാഹിബിന് വേണ്ടിയാണെങ്കിൽ മനസ്സിന്റെ വാതായനാൾ തുറന്നുകൊണ്ടുകൊണ്ടുകൊണ്ടും മദീനയിലേക്ക് സ്നേഹത്തിന്റെ മുദ്രാവാക്യത്തിന് വേണ്ടി പാവപ്പെട്ട എളിയവനായ നിങ്ങളുടെ വിദ്യാർത്ഥി നെഞ്ചുപൊട്ടി കൊഞ്ചുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാസ് പജീता हो कहते ये कोई आकरे चलते तो मदीने में अल्लाह बुलाता है सियास पजीता हो कहते ये कोई आकरे तुझको मदीने में अल्लाह बुलाता है सियास पजीता हो कहते ये कोई आकरे चल तुझको मदीने में अल्लाह बुलाता है। अल्लाह खजानों के मालिक नबी सरवरे अल्लाह खजानों के मालिक नबी सरवरे ഈ ലോകത്തെ സകലതിന്റെയും ഉടമസ്ഥൻ അല്ലാഹുവാണ്. ആകാശഭൂമികളുടെ നിയന്താവും ജഗനിയന്താവും നിയന്ത്രണവും മുതലാണ്. സൃഷ്ടിചരാചരങ്ങളുടെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. സകല ഖജനാവുകളും അവന്റെ കസ്റ്റഡിയിലാണ്. അല്ലാഹുവിന്റെ കസ്റ്റഡിയിലുള്ള അധികാരത്തിലുള്ള ഖജനാവിന്റെ ഭണ്ഡാരത്തെ തുറക്കാനുള്ള താക്കോൽ ആരുടെ കയ്യിലാണോ ആ താക്കോലിന്റെ കയ്യിന്റെ ഉടമയുടെ പേരാണ് മുഹമ്മദ് മുസ്തഫ. പ്രപഞ്ചത്തിൽ പ്രചരിക്കുന്ന പ്രവാചകപ്രഭുവേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദികളോട് പറയാ വ്യാധികളിൽ നിന്ന് അകന്നുക മാരക രോഗങ്ങളുടെ വൈറസുകളിൽ സദസ്സിൽ വെച്ച് ഒരുകിരു പോകാടക്കുണികളിൽ മുടിഞ്ഞു ഭരിച്ച മോചനത്തിന്റെ പാത വെട്ടി തുറക്ക ശത്രുഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടാ ആകാശഗംഗയിൽ നിന്ന് ചൊരിക്കപ്പെടുന്നതും ഭൂമിയിൽ നിന്ന് പൊട്ടിവിടരുന്നതും അന്തരീക്ഷത്തിൽ നിന്ന് സൃഷ്ടിക്കപ്പെടുന്നതുമായ സകല രാസവാദികളിൽ നിന്നും പറയാമതിന്റെ ഭീകരമായ ബേജാറുകളിൽ നിന്നോ ദീപനിഷകമായ അപകട മുഖങ്ങളിൽ നിന്നോ രക്ഷപ്പെടാൻ ഈ ലോകത്ത് നിത്യവസന്തമായ പ്രയാമറിവരെ അനശ്വര പ്രോജ്വല പ്രവാഹമായി മുറിയാതെ അണവെട്ടാതെ അണമുറിയാതെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന നാമധേയത്തിന്റെ പ്രകീർത്തനത്തിന്റെ ഇഷ്ടിന്റെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇരുത്തവും നമ്മുടെ ഈ സംസാരവും മുസ്തഫാ നബിയുടെ വിശുദ്ധമായ റൗളയിൽ എത്തിച്ചു കൊടുക്കട്ടെ. നമ്മുടെ ഒരു സമാധാനം അത് മാത്രമാണ്. 1500 കൊല്ലങ്ങളുടെ ആ വേർപാടിന്റെ വിടവ് നികത്തപ്പെടുന്നത് ഈ ഒരു സ്നേഹ സങ്കല്പം കൊണ്ടാണ്, ഈ ഒരു സ്നേഹ വിചാരം കൊണ്ടാണ്. ഈ ഇരുത്തവും ഈ സംസാരവും ഒക്കെ ഈ സമയത്ത് കിടന്നിട്ട് കാണുകയാണ് മുഹമ്മദ് മുസ്തഫ. സ്വഹീഹായ പ്രമാണമാണ്. തുഴറൽ അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ സകല പ്രവർത്തനങ്ങളും എനിക്ക് പ്രദർശിപ്പിക്കപ്പെടുകയാണ്. ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു തആല പറയുകയാണ്, അല്ലാഹു റസൂലിന്റെ റൗദയിലുള്ള ഏറ്റവും വലിയ പണി ഉമ്മത്തിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കലാണ്. അല്ലാഹുവേ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് പോയ ലക്ഷങ്ങളായ ഹാജിമാർ അറഫായുടെ വിശാലമായ മൈതാനിൽ പ്രാർത്ഥന നിർഭരരായി കഴിവിന് കൂടിയതിനു ശേഷം കല്ലെറിയാൻ മിനായിലേക്ക് പോയപ്പോ പരീക്ഷണത്തിൽ പെട്ട് എഴുതിക്കാൻ ആളുകൾ അനുവദിക്കുന്ന പേരില് പല പല ചർച്ചകളാ. ചിലര് പറയുന്നു കാശും പോയി ആളും പോയി, ചിലര് പറയുന്നു അങ്ങോട്ട് പോയിട്ട് ഇങ്ങനെയാണ് ഞാൻ പോകില്ല. ചിലരും മരിച്ചവരുടെ ഭാഗങ്ങളിൽ ഇപ്പോഴും ഉറക്കമില്ലാതെ പേടിച്ചു നടക്കുന്നു. പക്ഷേ അല്ലാഹുവിന്റെ റസൂൽ ഇത് കണ്ടുകൊണ്ടൊരു കൊണ്ടേ സന്തോഷിക്കുകയായിരിക്കാം. അറഫാന്റെ പുണ്യമായ ഭൂമിയിൽ ഒരുമിച്ച് കൂടിയിട്ട് മനസ്സും ശരീരവും ഒരുപോലെ കഴിയും വഴിയാക്കി ഇഹ്റാമിന്റെ വേഷത്തിലായി മിനായിൽ വെച്ചുകൊണ്ട് ഹജ്ജിന്റെ മുഖ്യ കടകളുടെയെല്ലാം പൂർത്തീകരണാനന്തരം ജംറത്തുല്ലഖബയേറിയാൽ കാത്തിരിക്കുന്ന മഹാന്മാരായ ഹാജിമാർ ഇഹ്റാമിന്റെ വേഷത്തിലായി മരിച്ച അവരെ സ്വീകരിക്കാൻ പാരത്രിക പാരിതോഷികവുമായിട്ട് കാത്തിരിക്കുന്നത് പ്രപഞ്ചത്തിൽ പ്രബലനിഞ്ഞ പ്രവാചകവര് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റബ്ബേ അതിന്റെ സൗഭാഗ്യം നീ നൽകണേ തമ്പുരാനേ. നിന്റെ ദുരിതത്തിന്റെയും ദുരന്തത്തിന്റെയും ചാട്ടവാറ് വന്നാൽ എത്ര ശാസ്ത്രീയ സംവിധാനങ്ങൾ ഉണ്ടായിട്ട് എന്താണ് കാര്യം? എത്ര ഗവൺമെന്റ് പരിശ്രമിച്ചിട്ട് എന്താണ് കാര്യം? നിന്റെ സംരക്ഷണം ഒരു സെക്കൻഡെങ്കിലും എടുത്തു മാറ്റിയ ഭൂമി ചാമ്പലാണ് അല്ലാഹ്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ ആരംഭത്തിൽ പടച്ചവനോട് മനംകൊട്ടി ദുആ ചെയ്യുകയാണ്. റബ്ബേ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട്, റസൂലിന്റെ ബറക്കത്ത് കൊണ്ട്, സദസ്യരുടെ ബറക്കത്ത് കൊണ്ട് എല്ലാ ദുരിതങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കൊടുങ്ങനെയുള്ള മരണങ്ങളിൽ നിന്നും ശത്രുചിന്തകന്റെ ചാടിക്കാറ്റത്തിൽ നിന്നും മേശണിക്കാരന്റെ ഉപദ്രവത്തിൽ നിന്നും മാരണക്കാരന്റെ അപകടങ്ങളിൽ നിന്നും അവൻ പരത്തുന്ന നാശത്തിൽ നിന്നും റബ്ബേ ഞങ്ങളെയും ബന്ധുമിത്രാദികളെയും അഭ്യുദയകാംക്ഷികളെയും ഞങ്ങൾ സ്നേഹിക്കുന്നവരെയും ഞങ്ങളെ സ്നേഹിക്കുന്നവരെയും നീ സലാമത്താക്കണേ അല്ലാഹ്. ആരാണ് മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഈസാ നബിയുടെയും മൂസാ നബിയുടെയും ഈസാ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയോ അല്യസായ നബിയുടെയും യൂനുസ് നബിയുടെയും യൂസഫ് നബിയുടെയും മഹാനരായ സുലൈമാൻ നബിയുടെയും ശുഐബ് നബിയുടെയോ മഹാന്മാരായ സകല അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും സ്വഭാവ വൈശിഷ്ട്യങ്ങളെല്ലാം ഒരുമിച്ചുകൂടി മേളിച്ചു നിൽക്കുന്ന അത്ഭുത പ്രപഞ്ചത്തിലെ സകല പുഷ്പസുഗന്ധങ്ങളും വിടർന്നു നിൽക്കുന്ന ഒരു പ്രഭയുണ്ടെങ്കിൽ അതാണ് മഹാനരായ മുഹമ്മദ് റസൂലുള്ളാഹ്. ാവുതങ്ങൾ അവിടുത്തെ വിലപ്പെട്ട വാക്കുകളിൽ പറഞ്ഞില്ലേ? വിശുദ്ധമായ ഖുർആനിന്റെ സൂക്തം ഉദ്ധരിച്ചില്ലേ? വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അല്ലാഹുവിനെ കുറിച്ച് പരിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിൽ പറയുന്നു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
ചെറുപ്പക്കാരാ, അല്ലാഹു റബ്ബുൽ ആലമീനാണെങ്കിൽ അവന്റെ ഇഷ്ടദാസരായ അഹബ്ബുൽ ഖൽഖായ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് റഹ്മത്തുൽ ലിൽ ആലമീന. അല്ലാഹു മഹ്മൂദാണ്, മുത്തുനബി മുഹമ്മദാണ്. അല്ലാഹു അഹദാണ്, മുത്തുനബി അഹ്മദാണ്. അല്ലാഹു നൂറു സമാവാതി വൽ അർളാണ്, മുത്തുനബി നൂറു സഖലൈനിയാണ്. നബിയുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു റസൂൽ എന്ന് പറയട്ടെ, അന മിൻ നൂരില്ലാഹ് വൽ മുഅ്മിനൂന മിൻ ഖൈരി നൂരി. ഞാൻ അല്ലാഹുവിന്റെ പ്രഭയിൽ നിന്ന് വന്നതാണ്. എല്ലാ വിശ്വാസികളും എന്റെ പ്രഭയുടെ അലയൊലികളാണ് എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അനമിൻ നൂരില്ല, ഞാൻ അല്ലാഹുവിന്റെ പ്രകാശമാണ്, അല്ലാഹുവിന്റെ പ്രകാശത്തിൽ നിന്ന് വന്നതാണ്. വൽ മുഅ്മിനൂന മിൻ ഫൈളി നൂരി, എല്ലാ വിശ്വാസികളും എന്റെ പ്രഭയുടെ അലയൊലികളാണ്, അലയൊലിയാണ്, പ്രതിഫലനമാണ്, അതിന്റെ പ്രസരണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രപഞ്ചത്തിൽ പ്രഭചൊരിഞ്ഞ പ്രവാചക പ്രഭു. എല്ലാ പ്രഭയും വന്നത് ഈ അടിസ്ഥാന സ്രോതസ്സായ പ്രഭയിൽ നിന്ന്. ശാസ്ത്രം വായിക്കുന്ന കുട്ടികൾക്കറിയാം, ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്യുന്ന ശാസ്ത്ര നിരീക്ഷകന്മാരിൽ പലരും പറയുന്നുണ്ട് ഈ പ്രപഞ്ചം ഒരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായത്. തർക്കല്ല, അവിതർക്കിതമാണ്. ഒരു പൊട്ടിത്തെറിയിലൂടെ, നെബുലയിൽ നിന്നൊരു പൊട്ടിത്തെറിയിലൂടെ ഉണ്ടായിത്തീർന്ന ഈ പ്രപഞ്ചത്തിന്റെ ആവിഷ്കാരം, ഈ പ്രപഞ്ചത്തിന്റെ അസ്തിത്വ സ്രോതസ് ഒരു പ്രഭയാണ്. പക്ഷെ ആ പ്രഭയുടെ ഉത്ഭവം എന്താണെന്ന് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാകുന്നില്ല. ആ പ്രഭ എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ആ പ്രഭയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ പ്രഭയാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. سبحان الذي أطلع في شهر ربيع الأول قمر نبي الهدى وأوجد نوره قبل خلق الآلة وسماه محمدا. ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രജ്ഞന്മാർക്ക് പിടുത്തം കിട്ടാതെ പേന വെച്ച് കീഴടങ്ങി പിന്തിരിഞ്ഞ അത്ഭുത പ്രഭയാകുന്ന പ്രതിഭാസമില്ലേ, അത് എന്താണ് എന്നാണ് ബിഗ് ബാങ് തിയറി കൈകാര്യം ചെയ്ത ശാസ്ത്രജ്ഞന്മാർ പേന വെച്ചെടുത്ത് പേനയെടുത്തില്ലേ. മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം എന്നുള്ള പറഞ്ഞില്ലേ, മുസ്തഫ നബിയുടെ പ്രഭയാണ് പടച്ചവൻ സൃഷ്ടിച്ചത്. അത് പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നതിന്റെ ഉണ്ട് അല്ലാഹു സൃഷ്ടിച്ചത് മുഹമ്മദീയ പ്രഭയാ. അത്ഭുതമാണ് മുഹമ്മദ് മുസ്തഫ, വിസ്മയമാണ് മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് ചെറുപ്പക്കാരാ, കണ്ണുള്ളത് കാണാനാണ്, മൂക്കുള്ളത് മണക്കാനാണ്, കൈ സൃഷ്ടിക്കപ്പെട്ടത് പിടിക്കാനാണ്, കാല് സൃഷ്ടിക്കപ്പെട്ടത് നടക്കാനാണ്, കൽബ് സൃഷ്ടിക്കപ്പെട്ടതോ അത് ഈ പ്രളയെ വെക്കാനാണ്. ഇന്ന ബൈത്തനം പസാക്കിനുഹോ വീട്ടിൽ അവിടെ വേണ്ട ഇന്ന ബൈത്തന്നേത് കൽബാണ്. അന്താ തങ്ങൾ സാക്കിനുഹോ, ആ കൽബിന്റെ അകത്ത് ജീവിച്ചിരിക്കുന്നവരാണ്. എന്നാൽ കൽബിന്റെ ഉടമയല്ല, മറ്റു മാർഗദർശികളെ പരതി അളയേണ്ടവനല്ല. അവനുള്ള മാർഗദർശനം മൊത്തം റൗളയിൽ നിന്ന് കിട്ടുന്നതാണ്. റബ്ബേ, ആ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ തമ്പുരാനേ. ഇതും കാണും ഇതും കേൾക്കും റൗളയുടെ നായക നബിയുനാ വ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ വിശാലമായ ഞങ്ങൾ കാട്ടിൽ പറവയെടുത്തപ്പോൾ പിന്നീട് എല്ലാവരും മക്കാ നിവാസികൾ ആരായി? ആർക്കും
ആർക്കും വേണ്ടാതെ ചവച്ച് തുപ്പപ്പെട്ട മണ്ണ് പെണ്ണ് കണ്ണ് പെണ്ണ് എന്ന ജീവിതമുദ്രയിൽ ജീവിതം നശിപ്പിച്ച ഒരു വിഭാഗത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഇന്ന് നമ്മൾ ആവേശത്തോടെ ഉത്തരം മുഴക്കുകയില്ല. കാരണം അവരുടെ ഇടയിൽ നല്ല നിലവിളിവായതാണ്. ആ ഇരുട്ടുകാട്ടുകൾ നക്ഷത്രങ്ങളായി മാറിയത് ഈ അമ്പലിയാമിനാമിയുടെ ഉദരത്തിൽ നിന്ന് വെളിയിൽ വന്നതാണ്. മുഹമ്മദ് മുസ്തഫ അതോടെ സോറി കൈമുടി മാറുകയാണ്. അതോടെ മാറുകയാണ്. ഏറ്റവും വലിയ അപകടമയായിരുന്ന ആരടാ എന്ന് ചോദിച്ചാൽ സകല അഹങ്കാരത്തിന്റെ ചിറകിടത്തിയിട്ട് മക്ക മരുഭൂമിയെ ഉറപ്പിച്ച് ഞാനടാ എന്ന് പ്രഖ്യാപിച്ചിരുന്ന ധീരധീര ശൂരപരാപരമയായ ആരായി അറിയോ. ജീവിതത്തിൽ 3 പെൺകുട്ടികളുടെ ജീവനോട് കുറിച്ച് മൂടിയ ആ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല രാജ്യം ഭരിക്കുന്ന സമയത്ത് പെരുന്നാൾ സുദിനത്തിലാണ് തന്റെ പ്രിയപ്പെട്ട പൊന്നുമകന് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല കണ്ടിട്ട് പറയുകയാണ്, എന്തോ മദീനക്കാരെ പുത്രനുടെ ആളുകൾ അതുകൊണ്ട് ചെറുചെറുപ്പുള്ള ചെറുപ്പക്കാര് പാടത്തുപേര് ധനികൾ മുളക്കാലം പള്ളിയിൽ ഒരേച്ച് കൂടിയപ്പോ രാജ്യം ഭരിക്കുന്ന അമീറിന്റെ മകന് അതാ പിന്നെ ചേർത്തിട്ടുള്ള കൂറിപ്പറിഞ്ഞ കുപ്പായമിട്ടുകൊണ്ട് പെരുന്നാളിന്റെ വീട്ടിൽ ഇതിനെ പുറത്തിറങ്ങുമ്പോ കണ്ടുകൊണ്ട് പ്രിയപ്പെട്ട പൊന്നുമോന് പുത്രനുടെ ആളുകൾ അറിയാനുള്ള സാമ്പത്തിക ശേഷി പോലും രാജ്യം ഭരിക്കുന്ന അമീറിന്റെ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട പൊന്നോനോട് ചോദിക്കറിഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല തന്റെ പ്രിയപ്പെട്ട മകൻ പറയുന്നു, അല്ലാ നിങ്ങളെനിക്ക് കുപ്പായം വാങ്ങി തന്നില്ലെങ്കിലെന്താ, നിങ്ങളെനിക്ക് സുഭിക്ഷമായ ഭക്ഷണം വാങ്ങി തന്നില്ലെങ്കിലെന്താ, സുഗന്ധം പിടിച്ചേശുന്ന അതുവരെ തന്നില്ലെങ്കിലെന്താ, നിങ്ങളെന്റെ കൽബിനകത്ത് കൊത്തിവെച്ചില്ലേ മുഹമ്മദുർ എന്റെ കൽബിൽ മലീമസമായ ഒരുപാട് ചിന്തകളായിരുന്നു, എന്റെ കൈ ഒരുപാട് വിചാരങ്ങളായിരുന്നു, എന്റെ കൽബിൽ ഗതിയുടെ ആസ്വാദനത്തിന്റെ തന്മയായിരുന്നു, എന്റെ കൽബിൽ സീരിയലിനോടുള്ള പ്രമായിരുന്നു, എന്റെ കൽബിൽ കോമഡിയോടുള്ള രാഗമായിരുന്നു, ഞാനൊരു സിനിമാ പ്രേമിയായിരുന്നു. അപ്പോഴാണ് എന്റെ കൽബിലേക്ക് വിരുന്നുകാരനായി മദീനയുടെ സാഹിബ് ലോകത്തിന്റെ പ്രഭുവേ പ്രപഞ്ചത്തിന്റെ പ്രഭയെ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തായ റസൂലിന്റെ ചിത്രമെന്റെ കൽബാകുന്ന കർണാടിയിലെ പതിഞ്ഞപ്പോ എന്റെ കൽബങ്ങൾ പരിശുദ്ധമായിരിക്കുകയാ എന്ന് പരിപൂർണവർ പറഞ്ഞതുപോലെ സാക്ഷാത്തിന്റെ വിശുദ്ധ സംസ്കാരങ്ങൾ വാരിപ്പുണർന്നുകൊണ്ട് ജീവിതത്തിന്റെ പരിശുദ്ധ പലിശയുമായി കൊലയുമായി ഭീകരമായ നരകത്തീജ്വാലയിലേക്ക് വലിച്ചെറിയപ്പെടാനുള്ള പ്രകടനങ്ങളായി മാറുന്നതിന് പകരം നിന്റെ രാത്രിയിൽ മദീന മലർവാടിയിൽ പാവിൽ പറക്കുന്ന ഒരു ചിത്രശലഭമായി നിനക്ക് മാറുന്ന മോനെ. അതുകൊണ്ട്
മനസ്സിന്റെ കവാടങ്ങൾ അടക്കപ്പെട്ടത് തുറക്കാനുള്ള ഒരു ചാവിയാണ് സ്വലാത്ത്. അതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ ചെറുപ്പക്കാരെ ഞാനൊരു ഉത്ബോധനം മാത്രമാണ് നടത്തുന്നത്. വിഷയം ക്രമീകരിച്ച് പറയാൻ ഈ വിഷയം ഒറ്റ ദിവസം കൊണ്ടൊന്നും പറ്റൂല. അതുകൊണ്ട് ഒരു ഉത്ബോധനം എന്നോട് നിങ്ങളോട് ഞാൻ ഓർക്കുന്നു. ഇന്നത്തെ ഈ കാലത്തെ ചെറുപ്പക്കാർ ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ. ഞാന് കാസർഗോഡ് സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങിയിട്ട് എന്നെ കൂട്ടാൻ വേണ്ടി വരുന്ന വണ്ടി ഇങ്ങനെ പ്രതീക്ഷിക്കണം, വാതിന് കൂട്ടാൻ വേണ്ടി വരും. അപ്പോ 3-4 ചെറുപ്പക്കാരെ ട്രെയിനിൽ ഇറങ്ങിയിട്ട് അവരെന്നെ കണ്ടപ്പോ കയ്യൊക്കെ പിടിച്ച് ജലീർ റഹ്മാനല്ലേ ഞങ്ങളെ സീഡി കേൾക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ പോകുമ്പോ ഞാനൊന്ന് ബാക്കിൽ ഇങ്ങനെ നോക്കിയതാണ്. സത്യത്തിൽ ഇരിക്കണോട്ട് ഞാൻ നീച്ചു. കാരണം ഒരു ചെറുപ്പക്കാരന്റെ പാന്റ് ഇങ്ങനെ കിഴിഞ്ഞിട്ട് ആ സ്റ്റേഷൻ മൊത്തം ഇറപ്പാനയക്കണം. അപ്പൊ ഞാൻ നീച്ചിട്ട് എടാ വഷളാക്കല്ലേ എന്ന് പറയാ, ഓടാൻ വേണ്ടി കൊത്താൻ വേണ്ടിയിട്ട്. ഇത് കീഞ്ഞാടിയ പിന്നെ സ്റ്റേഷനാകെ ഇറപ്പായില്ലേ, അവിടെ ഇരിക്കുന്ന ആൾക്കാരെ കണ്ണും പെടുക്കായി. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ പാന്റ് ഇങ്ങനെ ഓനെ ഒരു തടിമാടനാണ്, ഓങ്ങനെ നടക്കുന്നതിനനുസരിച്ചുകൊണ്ട് ഈ സാധനം ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് താഴേക്ക്. അപ്പൊ ഞാൻ നീച്ച് ഓടാൻ വേണ്ടി ഓടാൻ വേണ്ടി ഓന്റെ ആ പാന്റ് ഒന്ന് പൊക്കി കൊടുക്കാം. അങ്ങനെ പൊക്കി കൊടുക്കാൻ വേണ്ടി ഓടുമ്പോ ഞാൻ നോക്കുമ്പോ ഈ 5 ആളും അങ്ങനെ തന്നെ. പിന്നെ ഏതാ പൊക്ക? അല്ല, എനിക്ക് 2 കൈയല്ലേ ഉള്ളൂ. 10 പേരിലോണ്ട് 10 ആ ടൈറ്റ് പാന്റാണ്. അത് ഒരു പേരിലോണ്ടൊന്നും പൊക്കിയാൽ കിട്ടൂല. എണ്ണയും തൈലിട്ട് ഒഴിഞ്ഞിട്ട് പൊക്കിയാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ തിരിച്ചുപിടുത്തം വന്നിരുന്നു. ഈ കാലത്താണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഇവിടെ അടുത്തൊരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി കയറിയപ്പോഴേ ഇമാമത്ത് യാതന നിൽക്കുന്ന ഒരു 3-4 ചെറുപ്പക്കാർ പിറകിൽ നിന്നിട്ട് മൗമ്യങ്ങളായിട്ട് തുടരുന്നുണ്ട്. അപ്പൊ ഞാൻ സുജൂദ് പോയപ്പോ ഒരുത്തന്റെ മുടിക്കെട്ടിന്റെ കാലിലൂടെ കുടിഞ്ഞു. ഓന്റെ നേരെ ബാക്കിൽ നിന്നിട്ട് നിസ്കരിക്കുന്നത്. ഓനങ്ങോട്ട് സുജൂദ് ചെയ്തപ്പോ മുടിയൊക്കെ കൂടി കാലിന്റെ അല്ലെങ്കിൽ തന്നെ മുടി കൊണ്ട് കുടുങ്ങിക്കുന്ന കാലാണ്. ഇത് നിസ്കരിച്ചതിന്റെ ഇടയിൽ കാലിന്റെ ഉള്ളിൽ തന്നാൽ ഇവന്റെ ഈ മുടിക്കൊക്കെ കൂടി കാലിന്റെ ഇടയിൽ കണ്ടു. എനിക്ക് നീക്കാനും വയ്യ, ഓനെ തല പൊന്തിക്കാനും വയ്യ. നിസ്കാരം കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്താ മോനെ ഇതൊക്കെയെന്ന് ചോദിച്ചു. ഞങ്ങൾ നിസ്കരിക്കാനും ശ്രമിക്കണം, കാരണം ഇമാമിന് ഒരു മുടിക്കൊട്ട. ഒരു ശരീരത്തിലേക്കാണ് നോക്കിയാൽ ഉമ്മത്ത് മുഹമ്മദിലൊരു മെമ്പറാണെന്ന് പറയുന്ന ഒരവസ്ഥ വളരെ കുറവ്. അല്ലാഹു കാത്തിരിച്ചു. എന്നൊക്കെ ചെറുപ്പക്കാരെ കൂടെ നിസ്കരിക്കാനൊക്കെ ചെറുപ്പട്ടിയിട്ട് നിൽക്കുമ്പോ നമ്മളെ കൈയൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടായാൽ ഒതും മുറിയും. കാരണം പലതും പുറത്താണ്. പള്ളിയിൽ കയറി നിസ്കരിക്കാൻ വന്ന ചെറുപ്പക്കാര്, പാൻഡുധാരികളായ ചെറുപ്പക്കാര്, അവരെ ഈ മോഡലുള്ള ചെറുപ്പക്കാരെ അടുത്തിട്ട് നമ്മളിപ്പോ ഈ വസ്വാസുള്ള ആൾക്കാരാണെങ്കിൽ കിട്ടും, ചിലപ്പോൾ അടിയൊക്കെ കിട്ടും. അവിടൊക്കെ നീട്ടിൽ ചിലപ്പോ എയിമ് മാറിയാല് തെറ്റിപ്പോയാലും ഒതു മുറിയും. ആ രീതിയിൽ പലതും പുറത്ത് കാണിച്ചുകൊണ്ടാണ് നടക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എന്ത് പറ്റി ചെറുപ്പക്കാരെ? പരിശുദ്ധമായ സംസ്കാരത്തിന്റെ സ്ഥാപകനായ ഉത്കൃഷ്ടനായ ലോക ചക്രവർത്തിയെ സമ്മാനമായി കിട്ടി ഈ മഹാനരായ പ്രപഞ്ചപ്രഭയാകുന്ന ചക്രവർത്തിയുടെ തിയറികളും അധ്യാപനങ്ങളും വിസ്മരിച്ചുകൊണ്ട് നടുക്കടലിലേക്ക് എറിഞ്ഞുകൊണ്ട് പാശ്ചാത്യന്റെ ചീഞ്ഞുനാറുന്ന സംസ്കാരങ്ങളെ തീറ്റിപ്പോറ്റുന്ന മുസ്ലിം എങ്ങനെയാണ് ഇഷ്കർ റസൂൽ കൽവിൽ കടക്കുക? എങ്ങനെയാണ് ഇജാബത്ത് കിട്ടുക? കണ്ടില്ലേ നിങ്ങൾ ഇഷ്കർ റസൂൽ എന്ന് കൽവിൽ കടന്നാൽ പിന്നീട് അത് ഏറ്റവും വലിയ ലഹരിയായി മാറുകയാണ്, ഏറ്റവും വലിയ ഹരമായി മാറുകയാണ്. സഅദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ മുസ്തഫ നബിയുടെ എതിരാളിയാണ്, കഠിന ശത്രുതയിലാണ്. അപ്പോഴാണ് ചില ശത്രുക്കളായ ഖുറൈശികൾ സാദിന്റെ ഉമ്മയുടെ അരികിലെത്തിയത്. എന്നിട്ട് പറഞ്ഞു, മുഹമ്മദിന് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വകവരുത്തവരെ ഉമ്മ, ഈ പ്രഭയെ കെടുത്തിക്കളയേണ്ട ഉമ്മ, ഈ കഴുത്ത് വെട്ടേണ്ട ഉമ്മ. ഉമ്മ പറഞ്ഞു, അതിനെന്താ, ഞാൻ വാള് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ അതിനുവേണ്ടി വാള് മൂർച്ചകൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, വാള് വേണോ? വേണ്ട ഉമ്മ, വാള് വേണ്ട ഉമ്മ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്? ഇവരോട് ചോദിച്ചു, എന്റെ മകനാകുന്ന സാദിന് നിങ്ങൾക്ക് വേണോ? അപ്പോഴാണ് ഇവർ തലതാട്ടിയിട്ട് പറഞ്ഞത്, ഉമ്മ, നിങ്ങളെ മോനാകുന്ന സാദ് മുഹമ്മദിൽ വിശ്വസിച്ചിരിക്കുന്നു ഉമ്മ. അന്ന് വരെ ഉമ്മ
ഉമ്മന്റെ കൂടെ ഒറ്റത്തണയിൽ കുശലം പറഞ്ഞ് സ്നേഹപ്രകടനത്തോട് ഉമ്മയുടെ കൂടെ കടന്നുകൊണ്ട് മുസ്തഫ നബിയുടെ തലയെടുക്കാനുള്ള സ്വകാര്യ തീരുമാനങ്ങളിൽ പങ്കാളിയായിരുന്ന സഅദ് റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂലിനെ കാണേണ്ട താമസം മുസ്ലിമാവുകയാണ്. ഇത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയെ അറിയേണ്ട താമസം. ഉമ്മ പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല. പ്രിയപ്പെട്ട മോനാകുന്ന സഅദ് വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഉമ്മാന്റെ കൂർത്തമൂർത്ത ഊർഷ്യം പാറുന്ന ഈ പാറുന്ന കണ്ണ് തുറന്നുകൊണ്ട് ചോദിച്ചു, എടാ സഅദേ, നീ എന്നെ വഞ്ചിച്ചല്ല സഅദേ. ചോദിച്ചു, എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ നിങ്ങളെ എങ്ങനെ വഞ്ചിച്ചു എന്നാ പറയുന്നത്? നീ ഉമ്മ ശപിക്കപ്പെട്ട മുഹമ്മദിന്റെ ഇരയായില്ലേ? ഇല്ല ഉമ്മ, ഞാൻ സർവശക്തനായ പടച്ച തമ്പുരാന്റെ സത്യപ്രമാണത്തിൽ ചാരുന്നതാണ്. മുഹമ്മദ് സ്വന്തമായി കൊല്ലും പറയുന്നില്ല ഉമ്മ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല ഉമ്മ. ആ സമയത്ത് നെഞ്ചത്തടിച്ചുകൊണ്ട് സാദിന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, ഞാൻ ആ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിയുന്നത് വരെ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. സഅദ് റളിയല്ലാഹു തആല വിഷമിക്കുകയാണ്. കാരണം കരളിന്റെ കഷ്ണം പോലെ അങ്ങനെ പ്രകൃതിയിൽ ഊട്ടപ്പെട്ട സ്നേഹമാ തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് സഅദ് റളിയല്ലാഹു തആല ഉള്ളത്. ആ ഉമ്മയാണ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രഭയെയും നിഷ്ഠനെയും മനസ്സിൽ വെച്ചതിന്റെ പേരില് ഞാൻ വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല എന്ന് പറയുന്നത് തന്റെ പ്രിയപ്പെട്ട ഉമ്മയാ. സഅദ് റളിയല്ലാഹു തആല ഐശ്വര്യം കൊണ്ട് പാതിരാവിൽ വിതുമ്പിയിട്ട് പൊട്ടിപ്പൊട്ടി കരഞ്ഞ് പടച്ച തമ്പുരാനോട് കൈകളോട്ടിയിട്ട് ദുആ ചെയ്യുകയായ റബ്ബേ, ഒരു ഭാഗത്തിന്റെ കരളിന്റെ കഷ്ണമായ ഉമ്മയാ, മറുഭാഗത്ത് ഞങ്ങളുടെ ചോരയിലേക്ക് മുഴുവൻ മുഹമ്മദാ. എനിക്ക് ഒന്നുപോലും ചിന്തിക്കേണ്ടതില്ല. ഞാൻ ഉമ്മയേക്കാൾ തെരഞ്ഞെടുത്തത് എന്റെ ഹബീബ എന്ന മുത്തനെയാണ് റബ്ബേ. എന്റെ ഉമ്മയെയും എനിക്കൊന്ന് വിതരണം നാദാ. പ്രാർത്ഥനാനന്തര ഉമ്മയുടെ റൂമിൽ പോവുകയാണ്. ഉമ്മയുടെ മനസ്സിന്റെ നിലപാടിന് യാതൊരു ഫലവുമില്ല. ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല ഉമ്മയോട് പറയുകയാണ്, ഉമ്മ, നിങ്ങളൊന്ന് വെള്ളം കുടിക്കും, നിങ്ങളൊന്ന് ഭക്ഷണം കഴിക്കും. എനിക്ക് വേണ്ടി ഞാനിത് സ്വീകരിച്ചതിന്റെ ഈ ഭക്ഷണം കഴിക്കാതിരിക്കരുത്, നിങ്ങൾ വെള്ളം വർജിക്കരുത്. ആ സമയത്ത് പിന്നെയും തന്റെ പുന്നാര പൂമോന്റെ പൂമുഖത്ത് നോക്കിയിട്ട് സഅദിന്റെ ഉമ്മ ചോദിക്കുന്നു, മോനെ, മനുഷ്യനെ വലിച്ചെറിയുമോ മോനെ? ആ സമയത്ത് സഅദ് റളിയല്ലാഹു തആല തന്റെ ഉമ്മന്റെ പ്രതികരണം ഓർത്തുകൊണ്ട് കണ്ണിൽ വെള്ളം നിറച്ച് സങ്കടത്തോടെ ഇറങ്ങി പോവുകയാ. പിന്നെയും പ്രാർത്ഥിക്കുകയാ, പിന്നെയും കടന്നു വരികയാ. ഒറ്റക്ക് റൂമിൽ കഴിയുന്ന പ്രിയപ്പെട്ട ഉമ്മാന്റെ അടുത്തേക്ക് താഴെ വന്നിട്ട് സഅദ് പറയുന്നു, ഉമ്മ, നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട് ഉമ്മ. അപ്പോഴേക്ക് ഉമ്മയ്ക്ക് ആവേശമായി റസൂലുള്ളാഹിനെ വലിച്ചെറിഞ്ഞു എന്ന് പറയാനായിരിക്കുമോ വന്നത് എന്ന ചിന്തയായി. ആ സമയത്ത് സഅദിന്റെ ഉമ്മ കിടക്കുന്ന കട്ടിലിൽ നിന്ന് നിവർന്നിരുന്നു കൊണ്ട് ചോദിച്ചു, എന്താ മോനെ നിനക്ക് പറയാനുള്ളത്? നീ ഒന്ന് വേഗം പറ മോനെ. നീ ഉമ്മന്റെ കണക്ക് കൂട്ടൽ ആ മനുഷ്യനെ ഞാൻ വലിച്ചെറിഞ്ഞു, നിങ്ങൾ വെള്ളം കുടിച്ചോ എന്ന് തന്റെ പ്രിയപ്പെട്ട ഉമ്മയോട് സഅദ് പറയുമെന്നാ കണക്ക് കൂട്ടിയത്. പക്ഷേ സഅദ് പറഞ്ഞത് എന്താണെന്നറിയോ? ഉമ്മ, നിങ്ങളെന്നെ 9 മാസം ഗർഭത്തിൽ ചുമന്ന് പ്രയാസപ്പെട്ടുകൊണ്ട് കഠിനമായ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ച് എന്റെ കരളിന്റെ കഷ്ണമാ. പക്ഷേ മുഹമ്മദോ എന്റെ മൂർധാവ് മുതൽ ചിറകിൽ വരെ പ്രകൃതിയിൽ ഊർണ്ണപ്പെട്ട എന്റെ ഏറ്റവും വലിയ സ്നേഹതാരം
സ്നേഹപ്രതിഭാവിന്റെ ഏറ്റവും വലിയ സ്നേഹപാത്രോ, എന്റെ ഏറ്റവും വലിയ അഭിമാനം, എന്റെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്, എന്റെ ഏറ്റവും വലിയ സങ്കല്പം, എന്റെ വിചാരത്തിലെ സ്വാതന്ത്ര്യത്തിലെ ആസ്വാദനത്തിലെ സായുജ്യത്തിലെ മാധുര്യവും, മാധുര്യത്തിലെ സൗന്ദര്യത്തിലെ സൗരഭ്യവുമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ വലിച്ചെറിയുമെന്ന് കണക്ക് കൂട്ടിയിട്ടാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാത്തതെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയുന്ന നിങ്ങൾ ഭക്ഷണം വർദ്ധിച്ചുകൊണ്ട് വെള്ളം വർദ്ധിച്ചുകൊണ്ട് നിങ്ങളങ്ങ് മരിച്ചിട്ട് പിന്നെയും നിങ്ങൾ ജീവിച്ച് ഒരു 100 ഹയാത്ത് നിങ്ങൾക്ക് ഇട്ടുതരികയും വെള്ളവും ഭക്ഷണം ഒഴിവാക്കിയതിന്റെ പേരിൽ 100 മരണം നിങ്ങൾ വലിക്കുകയും ചെയ്താൽ ഈ മനുഷ്യനെ ഞാൻ വലിച്ചെറിയൂല്ല എന്ന് തന്റെ പ്രിയപ്പെട്ട ഉമ്മായുടെ സമരം ചെയ്തിരിക്കുന്ന റൂമിലേക്ക് കടന്നുകൊണ്ട് ധൈര്യത്തോടെ സാധനം പ്രഖ്യാപിച്ചപ്പോ സാദിന്റെ ഉമ്മയുടെ വെള്ളം കുടിക്കുകയാ. കാരണം ഇതായിരുന്നു സഹാബാക്കളുടെ കൽവിൽ മുഹമ്മദ് മുസ്തഫ. ഒന്നൊരക്കെ പറഞ്ഞു, ഇതായിരുന്നു സഹാബാക്കളുടെ കൽവിൽ മുഹമ്മദ് മുസ്തഫ. പെണ്ണുങ്ങളെ നിങ്ങൾക്കറിയില്ലേ, ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ചില യുദ്ധങ്ങളിലൊക്കെ പെണ്ണുങ്ങൾ പോകാറുണ്ട്, കറുതിയെടുത്തുകൊണ്ട് യുദ്ധസ്ഥലത്തിൽ വെട്ടി പങ്കെടുക്കാറില്ല. മറിച്ച് ശഹീദായ മനുഷ്യന്മാരിൽ ഭർത്താക്കന്മാരെ ശുശ്രൂഷിക്കാൻ, ഭർത്താക്കന്മാരെ ഏറ്റെടുക്കാൻ, പെണ്ണിലേക്ക് കൊടുക്കാൻ, അവരിൽ മരിച്ചു പോകുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ, വെള്ളത്തിന്റെ ആവശ്യത്തിന് മറ്റു പരിപാലനങ്ങൾക്ക് പെണ്ണിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി പെണ്ണുങ്ങളൊക്കെ പലപ്പോഴും ചില യുദ്ധങ്ങളിലൊക്കെ പോകാറുണ്ട്. ആ സമയത്ത് മകരിൽ സംഭവിച്ച പരാജയത്തിന്റെ തിരിച്ചടിക്ക് വേണ്ടി ഉഹുദിന്റെ രണാങ്കണം ഒരുങ്ങിയപ്പോ റൊമാത്തിൽ സംഘടിക്കാൻ വേണ്ടി പറഞ്ഞ സഹാബാക്കൾ ഗവേഷണം ചെയ്ത് ഒരു വിഭാഗത്തിന്റെ ഗവേഷണം ആ സമയത്ത് പഴച്ചു പോയപ്പോൾ ആ മലമുകളിൽ നിന്ന് താഴേങ്ങറിയത് കൊണ്ടാണല്ലോ രണാങ്കണത്തിന് പരാജയം ഏറ്റെടുക്കേണ്ടി വന്നത്. അതുതന്നെയല്ലോ ചിലപ്പോൾ മിനാദുരന്തത്തിന്റെയും കാരണമായത്. അമീരന്മാർ പറഞ്ഞ സമയം തെറ്റിയിട്ട്, ഗവൺമെന്റ് തീരുമാനിച്ച സമയം തെറ്റിയിട്ട് പലരും അവർ തീരുമാനിച്ച സമയത്ത് എറിയാൻ വേണ്ടി തിരക്ക് കൂട്ടി പോയപ്പോൾ എഴുന്നേറ്റിച്ചില്ല. മുഹരിമീകളുടെ ജീവിതമാണ് കവർന്നെടുത്തത്. നേതൃത്വത്തിലും വിദ്യാലുള്ള അയാത് ഊഹിക്കാൻ കഴിയാത്ത രീതിയിൽ ഓർക്കാപ്പുറത്തെടുക്കുന്നതാണ്. നേതൃത്വത്തെ ലംഘിക്കുന്ന ചെറുപ്പക്കാരാ നേതൃത്വത്തെ അനുസരിക്കുമ്പോഴാണ് പടക്കവന്ന പറക്കത്തും സഹായം കിട്ടുന്നത്. അല്ലാഹുവേ, നേതൃത്വത്തെ അംഗീകരിച്ചുള്ള ഐക്യ അലംബതയോടെ ഒരു പ്രസവിക്കപ്പെട്ട കുഞ്ഞു മക്കളെ പോലെ ഐക്യത്തോടെ ഒരുമിച്ചുകൂടാൻ സമസ്തക്ക് പിന്നിൽ അണിനിരക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. തന്റെ വക്കത്ത് കുടവെള്ളം വെച്ചുകൊണ്ട് നടക്കുകയാണ്. ആരാണ് മരിച്ചു വീഴുന്നത്, ആരാണ് മുറിവേൽക്കുന്നത്, ആർക്കാണ് വെള്ളം വേണ്ടത് എന്നറിയാനും തോട്ടമോടുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ സമയത്താണ് ശരീരം ചേതനേറ്റുകൊണ്ട് ഒരു മനുഷ്യന്റെ ശരീരമാണോ എന്ന് പോലും തിരിച്ചറിയാതെ ണാകണത്തിൽ അതാ കഴുത്ത് വന്നപ്പെട്ടിരിക്കുകയാ, കൈകൾ മുറിക്കപ്പെട്ടിരിക്കുകയാ, കാലിന്റെ തുള മുറിക്കപ്പെട്ടിരിക്കുകയാ, അവിടുത്തെ നെഞ്ചകം പച്ചക്കെ പൊളിക്കുമ്പോലെ പൊളിച്ചിരിക്കുകയാ. ആ നെഞ്ചിനകത്ത് നിന്ന് പിഴക്കുന്ന കരളെ പുറത്തേക്കെടുത്തുകൊണ്ട് വായിച്ച് ചവച്ചു ചുറ്റുന്നരങ്ങളോ അമ്മാറ കണ്ടപ്പോൾ അമ്മാറയുടെ കണ്ണ് തള്ളിപ്പോവുകയാണ്. അവിടുത്തെ കണ്ണ് തള്ളിപ്പോവുകയാണ്. കണ്ണിനെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. പ്രിയപ്പെട്ട സഹോദരനോടുള്ളത് ഭർത്താവിനല്ല,
മകനെയല്ല, അവർക്ക് ഓഹരീക്കത്തിൽ വാളേന്തിന് ഒരുതുന്നവരാ. ഉമ്മാറയുടെ കല്ലുവായുന്നത് അയിന മുഹമ്മദ്, അയിന ഹബീബി മുഹമ്മദ്, അയിന ഹബീബി മുഹമ്മദ്. എന്റെ ഹബീബായ മുഹമ്മദ് നബിയോട്, എന്റെ ഹബീബായ മുഹമ്മദ് നബിയോട് ഉഹദിന്റെ രണാങ്കണത്തിൽ വക്കത്ത് വെച്ച പുറവെള്ളം വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിനെ വല്ലതും പറ്റിയോ എന്നറിയാം. തോട്ടമോടുന്ന റളിയല്ലാഹു തആല അൻഹാ, റളിയല്ലാഹു തആല അൻഹാ ആ ഓട്ടത്തിനിടയിൽ കാണുന്നു സൗരഭ്യം കൂട്ടി നിൽക്കുന്ന സൗന്ദര്യത്തിന്റെ റാണിയെ, ആകാശത്തെ നാണിപ്പിക്കുന്ന പ്രവിശാലമായ കാരുണ്യത്തിന്റെ പേരിന്റെ ഉടമയെ, സാഗരത്തെ കലതാഴ്ത്തുന്ന സങ്കടത്തിന്റെ ഉടമയെ, തിരമാലയെ തോൽപ്പിക്കുന്ന അനുഗ്രഹങ്ങളുടെ പ്രവാഹമേ, ഹേമാരിയെ പിന്നിലാക്കുന്ന കൃപയുടെ തേന്മഴയെ, കാരുണ്യമഴയെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചുറ്റുഭാഗത്തുമായിട്ട് കുറച്ച് സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ ഹദീഖത്തിന്റെ അടുത്തെടുത്തിരിക്കുകയാ. ആ സമയത്ത് ഉമ്മു അമ്മാറ റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട മകനതാ ഓളത്തോളത്ത് വിട്ടിട്ട് രണാങ്കണത്തിൽ കടന്ന് പടഞ്ഞുകൊണ്ടിരിക്കുന്നത് കാണുകയാ. തന്റെ പ്രിയപ്പെട്ട മകൻ തോളത്തോളത്ത് വിട്ടിട്ട് ഷോളർ കത്തികൊണ്ട് വെതിർമുട്ടിയ കാരണത്താൽ അറ്റുപോയിട്ട് രണാങ്കണത്തിൽ കടന്ന് പറയുന്ന പ്രിയപ്പെട്ട മോനെ കണ്ടപ്പോൾ ഒന്നു അമ്മാറാങ്ങോ തോന്നിപ്പോവുകയാ. എന്നിട്ട് ചോദിക്കുന്നു, മോനെ നിന്റെ തോളിന് കൊണ്ടുകൊണ്ട് എന്റെ നിലയിൽ പണഞ്ഞുകൊണ്ട് സമയം കളയാനുള്ള സന്ദർഭമാണോ ഇത്? മുഹമ്മദ് നബിയുടെ കാവൽ നീക്കടാ മോനെ. മുഹമ്മദ് നബിയുടെ നേരെയല്ലേ ആ അമ്മകൾ ചീരിപ്പാഞ്ഞു വരുന്നത്? റസൂലുള്ളാഹിന്റെ കഴുത്തിന് നേരെയല്ലേ ആ വാളുകൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഓടി വരുന്നത്? നിന്റെ തോളറ്റുപോയി എന്നതുകൊണ്ട് കിടന്ന് പറയേണ്ട സമയമല്ല. സദകുടൻ നിൽക്കടാ മോനെ, എന്നിട്ട് ഹബീബിന് കാവൽ നിൽക്കടാ മോനെ എന്ന് പറഞ്ഞിട്ട് പടഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ രണാങ്കണത്തിൽ നിന്ന് കോരിയെടുത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ പരിചയാതി വെച്ചുകൊടുത്ത ശരീരത്തിൽ വെട്ടുകൊള്ളുകയാ, മുടിക്കത്തിൽ പിടിച്ചു കൊളയുകയാ, കാലിന് വെട്ടുകൊള്ളുകയാ. റളിയല്ലാഹു തആല അൻഹു എന്റെ ഹബീബിന് വല്ലതും വല്ലയോ, എന്റെ ഹബീബിന് വല്ലതും വല്ലയോ. ആ സമയത്തല്ലേ റളിയല്ലാഹു തആല അൻഹയുടെ ദീനോദ്ധാരമായ സേവനത്തിന്റെ നിസ്വാർത്ഥമായ സേവനത്തിന്റെ അവരുടെ ഊരിന്റെ ഇടപെടൽ കണ്ടുകൊണ്ട് മുസ്തഫ നബി പറഞ്ഞില്ലോ, എന്നിട്ട് ഊരിന്റെ രണാങ്കണത്തിൽ വെച്ചുകൊണ്ട് ചോരപ്പാടുള്ള കൈകൾ ഉയർത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തില്ലോ, പരലോകത്തിൽ നിങ്ങളുടെ കൂടെ നിങ്ങളെയും നിങ്ങളുടെ ഭർത്താവിനെയും മക്കളെയും നിങ്ങളുടെ കുടുംബത്തെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. സന്തോഷാദിത്യങ്ങളുണ്ട് കണ്ണീർ ചാലും കൊടുത്തിട്ട് പറഞ്ഞു, ആമീൻ, ഇത് മതിയാ റസൂലല്ലാഹ്, ഇത് മതിയാ റസൂലല്ലാഹ്. എനിക്ക് ദുനിയാവിന്റെ നബിയേ, എനിക്ക് പരലോകത്തിന്റെ നബിയേ, ഞാൻ വെച്ചുകൊണ്ടതിന് മുതലായി നബിയേ, എന്റെ മകനെ തന്നതിന് മുതലായി നബിയേ, എന്റെ ഭർത്താവിനെ തന്നതിന് മുതലായി നബിയേ, ഞാൻ അസഹ്യമായ മുറികൊണ്ട് കളയുന്നതിന് എനിക്ക് മുതലായി നബിയേ എന്ന് പറഞ്ഞു. റളിയല്ലാഹു തആല എന്നെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കൊതിക്കുന്ന പെരുങ്ങളെ, ഒരു കാര്യം ഞാനൊന്ന് ഇടയിൽ പറഞ്ഞേക്കാം. നിങ്ങൾക്ക് കാശ് ഷെയർ ചെയ്യാം, വസ്ത്രം ഷെയർ ചെയ്യാം, അധികാരം ഷെയർ ചെയ്യാം, വീട് ഷെയർ ചെയ്യാം, പറമ്പുകൾ ഷെയർ ചെയ്യാം. പക്ഷേ ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമുണ്ട്, അത് സ്നേഹമാണ്. അത് സ്നേഹമാണ്. പെങ്ങളെ വാവ് സംഘടിപ്പിച്ചാൽ വാവിന് പറഞ്ഞിട്ട് വരൂ,
ഗാനമേള സംഘടിപ്പിച്ചാൽ എവിടെയും പറകഴിച്ചു പോകോ. പരിശുദ്ധമായ ഖുർആനിന്റെ മഹത്വം പറഞ്ഞാൽ ഖുർആൻ എടുത്തോതോ. അത് കഴിഞ്ഞിട്ട് സിനിമയുടെ സമയം വന്നാൽ അങ്ങോട്ടും ഓടിപ്പോകോ. ഇങ്ങനെ മുസ്തഫ നബിയെയോ സിനിമാ നടന്മാർക്കും കൊടുക്കുന്ന ഈ സ്നേഹമുണ്ടല്ലോ, ഇങ്ങനെ സിനിമാ നടനടിമാർക്ക് താരങ്ങൾക്ക് കൊടുക്കുന്ന മതാസ്വത്തുകൾക്ക് കൊടുക്കുന്ന കുടുംബങ്ങൾക്ക് കൊടുക്കുന്ന വിഷക്രമികൾക്ക് കൊടുക്കുന്ന വൈറസുകൾക്ക് കൊടുക്കുന്ന കോമഡിക്കാരന് കൊടുക്കുന്ന സ്നേഹം അതോടുകൂടി മദീനയിലേക്ക് കൊടുക്കുന്ന സ്നേഹം, ഇങ്ങനെ ഷെയർ ചെയ്യപ്പെടുന്ന സ്നേഹത്തിന്റെ സകലം മാത്രം സ്വീകരിക്കാൻ കാത്തിരിക്കുന്ന നേതാവല്ല പ്രപഞ്ചത്തിൽ പ്രവചരിഞ്ഞ പ്രവാചക മുഹമ്മദ് മുസ്തഫ. ഇത് ഞാൻ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാം. എന്ത് ഷെയർ ചെയ്താലും സ്നേഹം ഷെയർ ചെയ്യാൻ പറ്റും. എന്ത് ഷെയർ ചെയ്യാം? കുപ്പായം അത് കൊടുക്കാം, പണം കൊടുക്കാം, പറമ്പ് കൊടുക്കാം, പക്ഷെ സ്നേഹം ഷെയർ ചെയ്യരുത്. അള്ളാഹ്ക്ക് സ്നേഹം, ഇബ്ലീസിന് സ്നേഹം, മുസ്തഫ നബിക്ക് സ്നേഹം, സിനിമാ നടനും സ്നേഹം, എല്ലാരെയും വേണം. ചില കുട്ടികളൊക്കെ വണ്ടിയിൽ കൊണ്ടിടക്കണില്ല ഞങ്ങള്. കുരിശ് ചിഹ്നം, പിന്നെ കൃഷ്ണന്റെ ചിഹ്നം, നടുവിൽ പിന്നെ കാബ ശരീഫിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അങ്ങനെ എല്ലാവർക്കും സ്നേഹം കൊടുക്കാം. ചിലർ പിന്നെ ന്യായത്തിന് പറയും അത് നമ്മളെ സൗഹാർദ്ദം കൊണ്ട് കൊണ്ടുവരണം. അപ്പോഴാണ് എന്റെ ഒരു ചോദ്യമുണ്ട്, നീ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരനായിരിക്കുമല്ലോ, നിന്റെ വണ്ടിന്റെ മുകളില് നിന്റെ പാർട്ടിന്റെ കൊടി, ഇപ്പുറത്തെ എതിരാളിന്റെ കൊടി, എന്താ അവിടെയും വേണ്ട അങ്ങനെ ഒരു സൗഹാർദ്ദം? അപ്പൊ രാഷ്ട്രീയ മേഖലയിൽ പറ്റാത്തൊരു സൗഹാർദ്ദം മതമേഖലയിലോ? അപ്പൊ നിന്റെ ഈമാൻ ഇത്ര ഉള്ളോ? നിന്റെ ഈമാൻ ഇത്ര ശവമായിട്ട് മാറിയോ? അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എല്ലാവർക്കും സ്നേഹം, എല്ലാം സ്നേഹം, അവിടെയും പോകപ്പെടും. ചില പെണ്ണുങ്ങളൊക്കെ ഉണ്ട് വാളിന്റെ പരിപാടിക്കൊക്കെ ഈ മഴക്കാലത്ത് പാറ്റ പൊടിഞ്ഞു വരുന്നതായിട്ട് ഒന്നായിട്ട് വരുമോ. ഞാൻ മുമ്പ് ഈ കൊല്ലം ഭാഗത്തൊക്കെ വാളിന് പോയപ്പോഴും 3 ദിവസം തുടർച്ചയായിട്ട് കൊടുത്തൊരു വാള് ഒരു 5-6 കൊല്ലം മുമ്പാണ്. അപ്പോ പിന്നെ ആദ്യത്തെ ദിവസം 9 മണിക്ക് വാള് തുടങ്ങി. 9 മണിക്ക് വാള് തുടങ്ങിയപ്പോ തുടക്കത്തിലൊന്നും ആണുങ്ങളൊക്കെ പറയണ്ട്, പെണ്ണുങ്ങളൊന്നും തീരില്ല. പക്ഷെ 9:30 കഴിഞ്ഞപ്പോ പെണ്ണുങ്ങള് പിന്നെ ആ ഭൂമിയിൽ ശ്വാസം വിടാൻ സ്ഥലമില്ലാതെ പരന്ന് കിടക്കുക. രണ്ടാമത്തെ ദിവസം ഞാൻ പാർക്കുന്ന ലോഡ്ജിക്ക് ഒരു കത്തിന്റെ പ്രവാഹം തന്നെ 9:30 മുമ്പ് വാള് തുടങ്ങരുത്, ഞങ്ങൾക്കൊക്കെ ഒന്നൊന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എനിക്ക് ആ പെണ്ണുങ്ങളോടൊക്കെ തീരെ കണ്ടിട്ടില്ലെങ്കിലും കാണാൻ താല്പര്യമില്ലെങ്കിലും ലോഡ്ജിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഉണ്ടല്ലോ സ്നേഹം. ആ സ്നേഹത്തിൽ ഞാൻ കുറെ ദ്വാരം എടുത്തു. ഇൽമു പഠിക്കാനുള്ളവരുടെ ആവേശം. ഞാൻ ഈ 9:30 ആവാനുള്ള കാരണം മനസ്സിലാക്കി എന്താ വെച്ചാല്, അവർക്ക് അവരുടെ ഭക്ഷണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ സൗകര്യാർത്ഥം ഉറക്കാനോ അല്ലെങ്കിൽ ഏൽപ്പിക്കാനൊക്കെ ഉണ്ടായി അങ്ങനെയൊക്കെ എല്ലാവർക്കും കൂടി തിടുക്കം കൂട്ടിട്ട് വരുമ്പോഴേക്ക് 9:30 ആവുകയാണെന്നാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അഭാവത്തിൽ ദ്വാരം എടുത്തു. പിന്നെ മഹല്ല് സെക്രട്ടറിയാണ് എന്നോട് ആ കത്തിൽ കുറച്ച് വായിച്ചിട്ട് ചിരിച്ചിട്ട് പറഞ്ഞ സംഭവം എന്താണെന്ന് എനിക്ക് മനസ്സിലായെന്ന് വെച്ചില്ല. 9 to 9:20 ഇടയിൽ അവിടെ ഒരു ഫിലിം ഓടുന്നുണ്ട്, അതുപോലൊക്കെ കൃത്യമായിട്ട് കാണണവരാണ്. അപ്പൊ അതും മുടങ്ങരുത് ഇതും മുടങ്ങരുത്. അതിനാണ് എന്നോട് 9:00 വാള് തുടങ്ങണമെന്ന് പറഞ്ഞത്. ഇന്നത്തെ കാലല്ലേ. ഒരു കൂട്ടർ വാതിന് ക്ഷണിക്കാൻ വേണ്ടി വന്നപ്പോ കഴിഞ്ഞ കൊല്ലാണ് ഞാൻ പറഞ്ഞു ജനുവരി 22 ആയിക്കോട്ടെ. അങ്ങനത്തെ ചില ഡേറ്റുകളൊക്കെ നമ്മളെ തലയിൽ ഉണ്ടാവും. വലിയ വലിയ ചില ചെറുപ്പക്കാരൊക്കെ നിങ്ങൾക്ക് മാത്രമല്ലേ കുഴപ്പം, എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഒരു 22 വേണ്ടാന്ന് പറഞ്ഞു. നല്ലൊരു ബേജാറുള്ള വർത്താനം പറയുമ്പോൾ 22 വാള് വെച്ചാല് അവിടെ എന്തോ ഒരു ഹലാക്ക് സംഭവിക്കുന്നതായിരുന്നു. ഞാൻ ചോദിച്ചു എന്താന്ന് വെച്ചാൽ, അന്ന് നമ്മളെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാണ്, കമ്മിറ്റിയിൽ ഞങ്ങളൊക്കെ ഉണ്ട്. പോലാണ് ഇപ്പൊ വാളിന് ബുക്ക് ചെയ്യാൻ പറ്റുക. നമ്മളെ നാട്ടിലെ അമ്പലത്തിലെ ഉത്സവമാണ്, അതിൽ കമ്മിറ്റിയിൽ ഞങ്ങളുണ്ട്. അതുകൊണ്ട് അന്ന് വാള് വെച്ചാല് വിജയിക്കൂല, ഞങ്ങൾക്കൊക്കെ ഇപ്പുറത്ത് വന്നിട്ട് പണിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അമ്പലോത്സവത്തിൽ കമ്മിറ്റിയിലെ മെമ്പേഴ്സാണ്, അവരാണ് വാള് സംഘടിപ്പിക്കുന്ന സംഘാടകരായിട്ട് മാറുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഞാൻ തമാശ പറയില്ല, ഇങ്ങനെ ഷെയർ ചെയ്ത സ്നേഹം വാങ്ങാൻ മാത്രമുള്ള ആളല്ല മുഹമ്മദ് മുസ്തഫ. ചിലർ ചോദിക്കാറുണ്ട്, സലാത്ത് ഒരുപാട് ചൊല്ലുണ്ട് കാണില്ല, കുറെ ദ്വാരക്കുന്നുണ്ട് ഉത്തരം കിട്ടണില്ല. പ്രധാനപ്പെട്ട കാരണം എന്താരോ, നമുക്കിന്ന് ഈമാൻ എന്ന് പറഞ്ഞ എങ്ങനായി എല്ലതും കൂടി ഉള്ള കൂട്ടത്തിൽ ഒന്നായിട്ട് മാറി. ഇവിടെ ഒരു ബക്കറ്റ് ഇങ്ങനെ എല്ലാവരും കാണുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ സജീവമായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇന്ന് ഹുബ്ബുർ റസൂലിന്റെ സാക്ഷാണ്. നല്ല രൂപത്തിൽ സഹായിക്കണം. സഹായിച്ചവർ അല്ലാഹു 2 ലോകത്ത്. ഞാൻ പ്രസംഗത്തിന്റെ ആ ഫൗണ്ടേഷൻ കെട്ടിയിട്ടുള്ളൂ, അതിന്റെ ചില ഭാഗങ്ങളിലേക്ക് ഞാൻ കടക്കുന്നു. നല്ല രൂപത്തിൽ നിങ്ങൾ ഒന്നിരിക്കണം, നല്ല രൂപത്തിൽ സഹായിക്കണം. സഹായിച്ചവർ അല്ലാഹു 2 ലോകത്തും സഹായിക്കട്ടെ. ഞാൻ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് വരാം. നിങ്ങളൊരു 3 സലാത്തൊന്ന് ഉറക്കച്ചൊല്ലി. ആണുങ്ങൾ സലാത്തിൽ സജീവത ഇല്ലാത്തവര് തോന്നുന്നുണ്ട്. ഒരു 3 സലാത്ത് ഉറക്കച്ചൊല്ലി.
പോരെ പോരെ വിറകിലൊന്നും അനങ്ങണില്ല ഒന്നുറക്കെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഇതാണ് ആത്മാവിന്റെ ശ്വാസം, ഇതാണ് ഹൃദയത്തിന്റെ ഭക്ഷണം, ഇതാണ് ചിന്തയുടെ സ്വാധീനം, ഇതാണ് ഹൃദയത്തിന്റെ കഴമ്പ്, ഇതാണ് ഈമാനിന്റെ അടിസ്ഥാനം, ഇതാണ് അല്ലാഹുവിന്റെ ദിക്റ്, ഇതാണ് മലക്കുകൾ സദാ ഉരുവിടുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണടച്ചാൽ ഹൃദയത്തിൽ ഊർന്നിരിക്കുമ്പോഴോ കണ്ണ് തുറന്നാൽ മുമ്പിൽ നിൽക്കുമ്പോഴോ അങ്ങനെയായിരുന്നു സഹാബക്കൾക്ക് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ചെറുപ്പക്കാരാ, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പ്രകാശം ഉള്ളിൽ പറക്കാനുള്ള തടസ്സങ്ങൾ ചിലന്തി വലകെട്ടിയതുപോലെ ഹൃദയമാകുന്ന കൂടാരങ്ങളിൽ വലകെട്ടി പാർക്കുമ്പോൾ ഇങ്ങനെയുള്ള സദസ്സുകളിൽ വെച്ചുകൊണ്ട് തടസ്സങ്ങളിൽ നിന്നുള്ള തലവറയുടെ മോചനമാണ് ആവശ്യം. അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യട്ടെ. കൊലായിലെ ചളിയും കൊലായിലെ അടുത്തുകളും കൂട്ടുകാരാൻ അവിടെ ഒരു ചൂലുണ്ടെങ്കിൽ കൽമാകുന്ന കൊലായിലെ ചളികൾ കൂട്ടുകാരാനുള്ള ചൂലാണ് സലാം. അതുകൊണ്ട് നബി സ്വല്ലവാത്തുല്ലാഹി അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ലാ അലൈഹി വയനാലുൽ ബറക കുല്ലു മൻ സല്ലാ അലൈഹി. അല്ലാഹ് പരിശുദ്ധമായ സദസ്സിൽ നിന്ന് പുണ്യമദീനയിലേക്ക്, ഈ സദസ്സ് മാത്രമല്ല ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ഈ ഇശ്ഖ് റസൂലിന്റെ ശബ്ദം കേൾക്കുന്ന മുഹബ്ബീങ്ങളുണ്ട്. എല്ലാവർക്കും വേണ്ടി മുഹമ്മദ് റസൂലുള്ളാഹി കോഴിക്കുള്ളിലും മഹറയിൽ നിന്നും ദുബായിൽ നിന്നും ഞാൻ ഇങ്ങോട്ട് വരുന്നതിലുണ്ട്. ഒരുപാട് ചെറുപ്പക്കാർ മണ്ണാർക്കാട്ടും പരിസരത്തുമുള്ളവർ എനിക്ക് വിളിച്ചിരുന്നു. ഞങ്ങളൊക്കെ പരിപാടി ലൈവായി കേൾക്കും. ഇൻഷാ അല്ലാഹ് പാവപ്പെട്ട പ്രവാസികളായ ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യാൻ തന്നെ. എന്റെ പ്രിയപ്പെട്ട സ്നേഹ സഹോദരങ്ങളെ, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച കടമയാണ് ഈ പരിശുദ്ധമായ ദുആ കേൾക്കാനുള്ള സദസ്സിൽ വെച്ചുകൊണ്ട് തീർക്കുകയാണ്. അല്ലാഹുവേ, ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് ആരൊക്കെയോ പാവപ്പെട്ട മുത്താലിമിനോട് ഈ സദസ്സിൽ വെച്ച് ദുആ ചെയ്യാൻ പറഞ്ഞു. അത് കോഴിക്കലാണെങ്കിലും ദുബായിലാണെങ്കിലും ബഹ്റൈനിലാണെങ്കിലും അത് ഖത്തറിലാണെങ്കിലും പാവപ്പെട്ട പ്രവാസികളുടെ സഹായ ഹസ്തമുണ്ടാണ് പലപ്പോഴും കേരളത്തിൽ ദീനീ സേവനത്തിൽ ചൂടോട് നടക്കുന്നതും പ്രൗഢഗംഭീരമായ കരയോർത്തുന്നതുമെങ്കില് പാവപ്പെട്ട പ്രവാസികളുടെ നീണ്ട തടസ്സങ്ങളിൽ നിന്നും പോലെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നും അവരെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാന്. അല്ലാഹുവേ, ഹബീബിനെ തിരക്കിനിടയിൽ ഉറക്കൊടുത്തോട് ഗർഭിക്കുന്ന പാവപ്പെട്ട പ്രവാസികൾക്ക് കയറും പറക്കത്തും അധികരിപ്പിക്കണേ അല്ലാഹ്. അവരുടെ സമ്പത്തിൽ നിങ്ങളുടെ സമ്പത്തിൽ നീ ബറക്കത്ത് പ്രദാനം ചെയ്യുന്നവരുണ്ട്. സന്താനങ്ങളിൽ ബറക്കത്ത് പ്രദാനം ചെയ്യുന്നവരുണ്ട്. പടച്ചവനെ നിയമവേലിയേറ്റങ്ങളിൽ നിന്നോ സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും കടങ്ങളിൽ നിന്നും കൊല്ലങ്ങളായി ഗൾഫിൽ ചോര നീരാക്കി പണിപ്പെട്ടിട്ട് നാട്ടിലൊരു പുനരുണ്ടാക്കാൻ കഴിയാതെ കടങ്ങളിൽ വലിയെത്തിയിട്ടുള്ള ഒരുപാട് പട്ടിണി പാവങ്ങൾ പറയാൻ ഗൾഫിലായിരുന്നാലും പ്രയാസപ്പെടുകയാ. ആ പ്രവാസികളുടെ മക്കളുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ സലാമത്താക്കണേ അല്ലാഹ്. കിട്ടുന്ന ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം നാട്ടിലുള്ള ഒന്നിനെയും ഭാര്യയ്ക്ക് വായ്പക്ക് മരുന്ന് കൊടുക്കാൻ അലോപ്പതിനെ കൊടുക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. റബ്ബേ, അവർക്കും
അവരുടെ ബന്ധുക്കൾക്കും ഞങ്ങൾക്കുമുള്ള എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ തമ്പുരാനെ. എല്ലാവർക്കും വേണ്ടി എല്ലാത്തിനും വേണ്ടി ഒരു സ്വലാത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടെയല്ലേ ഞാൻ ഓർക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം എത്രയാണ്, അവിടുത്തെ സ്നേഹം എത്രയാണ്, അവിടുത്തെ കൃപ എത്രയാണ്. ഒരിക്കൽ ഒരു പാവപ്പെട്ട ഫഖീർ മദീന പള്ളിയുടെ മുന്നിൽ വന്നിട്ട് സലാം പറയുകയാണ്, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂൽ സലാം മടക്കി. ഈ പാവപ്പെട്ട മെലിഞ്ഞൊട്ടിയ ഫഖീർ വയറ്റിലേക്ക് കഴിച്ചുകൊണ്ടിട്ട് പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നാളുകളായി, എനിക്ക് ഒരു തുണിയില്ല, എനിക്ക് തലവെക്കാൻ തുണിയില്ല. നബിയേ എന്നെ സഹായിക്കണേ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിലൊന്നുമില്ലാത്തത് കൊണ്ട് റസൂലുള്ളാഹിയുടെ വല്ലാത്ത വിഷമമായി. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദരിദ്രനായ ഫഖീറായ മനുഷ്യനോട് പറഞ്ഞു, എന്റെ മകൾ ഫാത്തിമയുടെ വീട് ഇന്ന സ്ഥലത്തുണ്ട്, നീ ഒന്ന് അവിടെ പോയിട്ട് ഞാൻ പറഞ്ഞയച്ചതാണെന്ന് പറയണോ. എന്റെ മോള് ഫാത്തിമ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള വക ഉണ്ടാക്കി തരുന്നതാണ്. ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ മകൾ ഫാത്തിമയുടെ വീട് എനിക്കറിയില്ലല്ലോ യാ റസൂലല്ലാഹ്. ബിലാൽ റളിയല്ലാഹു തആല വിളിച്ചിട്ട് പറയുന്നു, ബിലാലേ ഫാത്തിമയുടെ വീടിന് ഈ മനുഷ്യന് കാണിച്ചു കൊടുക്കില്ല. ബിലാൽ റളിയല്ലാഹു തആല ആ മനുഷ്യനെയും കൂട്ടി അഹ്ലുൽ ബൈത്തിന്റെ അച്ഛനായ ഫാത്തിമത്തുൽ സഹ്റ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് പോവുകയാണ്. കബറിന് ഫാത്തിമ മോളെ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നു, ആരാണ് നടത്തിയത്? ബിലാൽ പറയുന്നു, വാപ്പ പറഞ്ഞയച്ചതാണ് ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല ചോദിച്ചു, എന്ത് പറ്റി? ആ സമയത്ത് കണ്ണുള്ളിലേക്ക് മെലിഞ്ഞെത്തിയ ദിവസങ്ങളായി ഭക്ഷണം കഴിക്കാത്തൊരു മനുഷ്യൻ അർപ്പിച്ചുകൊണ്ട് തുണിയെടുത്ത് ബാക്കി ഭാഗം കൈകൊണ്ട് പൊട്ടിപ്പൊടിക്കുകയാണ്. അവർക്ക് പൂർണ്ണമായി മറക്കാനുള്ള ഒടുവില്ലാത്ത കഷ്ടപ്പാടുണ്ട്. അറക്കെട്ടുകൾക്കിടയിൽ തെരഞ്ഞു മറന്നുകൊണ്ടിരിക്കുന്ന പരമൃദ്ധനായ മനുഷ്യന് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടുമുറ്റത്ത് പോയിട്ട് പറയുകയാണ്, ഞാൻ അവർക്ക് മറക്കാൻ കഴിയാത്ത പാവപ്പെട്ടവനാ, എനിക്ക് ഭക്ഷണം കഴിച്ചിട്ട് നാളുകളേറെയായി. വാപ്പാതാ പള്ളിയിൽ നിന്ന് പറഞ്ഞു വിട്ടതാണ് മോളെ. ഉമ്മമാരെ സുഖോലുകളുടെ പറുദീസയിൽ സന്തോഷത്തിന്റെ താരാട്ട് കേട്ട് സുഖനിദ്രയിലെ പറയുന്ന സാസിൽ ദ്വാരുന്നാൽ അതുകൊണ്ട് സ്വന്തം മക്കള് കിടന്നുറങ്ങണം. ഉപ്പിട്ടുണക്കിയ ആട്ടിൻതോല് മക്കൾ വലിച്ചെടുക്കാണ്. മുമ്പിൽ വന്ന ആൾക്ക് ചിന്തിക്കണേ. മുമ്പിൽ വന്ന് യാചിച്ച ഈ പടുവൃത്തനായ മനുഷ്യന് സ്വന്തം പ്രിയപ്പെട്ട മക്കൾ കടന്നുറങ്ങുന്ന പുതപ്പ് ബെഡ്ഷീറ്റില്ലേ, അത് ആട്ടിൻതോലാണ്. ആട്ടിൻതോല് വലിച്ചുകൊണ്ടങ്ങ് എറിഞ്ഞു കൊടുക്കുകയാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ പറഞ്ഞു, വിശന്ന് പൊരിയുന്ന ഒട്ടിച്ചൊളിഞ്ഞ വയറിന്റെ ഉടമയായ എനിക്ക് അതിന്റെ മുകളിൽ പെട്ടാ ഈ ആട്ടിൻതോല് മാത്രം കിട്ടിയിട്ട് എന്താണ് കാര്യം? എനിക്ക് വിശക്കുന്നുണ്ട് മോളെ. അതിശക്തമായിട്ട് വിശപ്പുള്ള എനിക്ക് ഈ ആട്ടുന്നോട് മാത്രം അണിഞ്ഞിട്ട് തുണി കൊടുക്കാൻ സൗകര്യം ചെയ്തിട്ട് മാത്രം എന്ത് കാര്യമുള്ളത്? അതുകൊണ്ട് എനിക്ക് വിശപ്പടക്കം എന്തെങ്കിലും തരണം. വീടാണ് മാറ്റി ആണ് മറ്റേ
ഉമ്മാരെല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം, ഇതെല്ലാരും ഒന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനെയൊക്കെയാണ് ദീനുണ്ടായി. ആട്ടിൻതോല് കിട്ടിയപ്പോ അയാൾ പറഞ്ഞു, കഠിനമായ വിശപ്പുള്ള എനിക്ക് ഈ ആട്ടിൻതോല് മാത്രം കിട്ടിയിട്ട് എന്തോ കാര്യം. ആ സമയത്ത് ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ കഴുത്തിലുള്ള മാല ഊരിയിട്ട് ആ മനുഷ്യനെ എറിഞ്ഞു കൊടുക്കുകയാണ്. ഇത് നിങ്ങൾ അങ്ങാടിയിൽ കൊണ്ടുപോയിട്ട് വിറ്റാൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും ഇനിയും തുണിയും ഷർട്ട് കൊടുക്കാനും നിങ്ങളെ കുടുംബത്തെ പോറ്റാനും കാശ് കിട്ടും. അഹ്ലുബൈത്തിന്റെ നായകയുടെ വീട്ടിൽ നിന്ന് ഔറത്ത് മറക്കാനുള്ള തോല് കിട്ടി, ഭക്ഷണം വാങ്ങി കഴിക്കാനുള്ള മാലയും കിട്ടി. ഈ മനുഷ്യൻ ഈ തോലും മാലയും പിടിച്ചു ഇലാ ഹളറത്ത് റസൂലില്ലാഹ്, പ്രപഞ്ചത്തിൽ പ്രബലരിഞ്ഞ പ്രവാചക പൂർണ്ണവരുടെ പുന്നാരപ്പുമോൾ മുസ്തഫാനബിയുടെ പരിശുദ്ധ സാന്നിധ്യത്തിലെത്തി. ആ പുന്നാരപ്പുമോൾ കൊടുത്ത ആട്ടിൻതോലും പൂമാലയും പിടിച്ചുകൊണ്ട് ഈ പടുവൃത്തൻ പുന്നാരപ്പൂമാന്റെ പൂമുഖത്തെത്തി. എന്നിട്ട് പറഞ്ഞു, ഇരു കൈകളിലും ആട്ടിൻതോലും ഈ മാലയും പിടിച്ചു പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇത് അങ്ങയുടെ മകൾ എനിക്ക് തന്നതാണ് നബിയേ. ഔദാര്യമായ പ്രവിശാലത, തന്റെ മകളുടെ ആത്മാർത്ഥമായ സ്നേഹസമർപ്പണം, തന്റെ മകളുടെ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഔദാര്യത്, ആ നിഷ്കളങ്കമായ തമയെ ചിന്തിച്ചുകൊണ്ട് അത് കണ്ടിട്ട് സദസ്സിൽ വെച്ചുകൊണ്ട് പറയുകയാണ് മഹാനരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യരോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഫാത്തിമയിൽ നിന്ന് കിട്ടിയതൊക്കെ കിട്ടിയില്ലേ? തിരിച്ച് ഫാത്തിമാക്ക് നിങ്ങൾ കൊടുക്കുന്നില്ല. ഈ പരിവൃത്തനായ പട്ടിണി പാവമായ മനുഷ്യനെ കൈയുയർത്തിയിരുന്നു, റബ്ബേ, എന്റെ മുത്തായ ഹബീബിന്റെ പ്രിയപ്പെട്ട മകളായ ഫാത്തിമയ്ക്ക് ആർക്കും കിട്ടാത്തത് ദുനിയാവിലും ആർക്കും കിട്ടാത്തത് പരലോകത്തിനും കൊടുക്കണേ അല്ലാഹ്. അതോടുകൂടി പറഞ്ഞിരുന്ന മുസ്തഫാനബി സ്നേഹത്തോടെ പുനരിച്ചുകൊണ്ട് സദസ്സിലുള്ള ആളുകളോട് പറഞ്ഞു, ഈ മനുഷ്യൻ ഫാത്തിമാക്ക് ഇപ്പോൾ ചെയ്യുന്നത് അത് അല്ലാഹു നേരത്തെ അഡ്വൻസായി കൊടുത്തിട്ടുണ്ടല്ലോ. ഇദ്ദേഹം ഇപ്പോൾ ചെയ്തതില്ല. ആർക്കും കിട്ടാത്തത് ഫാത്തിമയ്ക്ക് ദുനിയാവിലും പരലോകമെന്നല്ലേ ഫാത്തിമയുടെ വായനാണല്ലോ. ഇത് ആർക്കും കിട്ടാത്ത വാർത്തയല്ല. ഫാത്തിമയുടെ ഭർത്താവ് അടിയാറല്ലേ, അത് ആർക്കും കിട്ടാത്ത ഭർത്താവല്ലേ. ഫാത്തിമയുടെ മക്കളോ അർപ്പണ ചെയ്യുന്നാരല്ലേ, ആർക്കും കിട്ടാത്ത മാറലല്ലേ. ഫാത്തിമയുടെ പരലോകപ്രയോജനമോ പരലോകങ്ങളുടെ നേതൃത്വമാണ് ഫാത്തിമയെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആർക്കും കിട്ടാത്തതല്ലേ. ഫാത്തിമ പേര് കബറിലും പോയി കിടക്കുമ്പോ വന്നിട്ട് ഫാത്തിമയോട് ചോദിക്കുകയാണ്, റബ്ബുക, ആരാണ് റബ്ബുമോളെ? തീരോട് ഫാത്തിമ പറയും, റബ്ബി അല്ലാഹ്, റബ്ബ് അല്ലയാ. എന്നെ സൃഷ്ടിച്ച് പരിപാലിച്ച് ഭക്ഷണം എന്ന് തീരെ പോറ്റിയ സംരക്ഷകനായ എന്റെ റബ്ബ്, എന്റെ റബ്ബ് അല്ലയാ. ഫാത്തിമ കബറിൽ പോയിട്ട് മലക്കുകളുടെ ചോദ്യങ്ങൾ മറുപടി പറയുന്നു. മലക്കുകൾ രണ്ടാമത് ഫാത്തിമയോട് ചോദിക്കുകയാണ്, കബറിൽ പോയി കിടക്കുന്ന പലവേദികൾ ഭാഗത്തോട് ക്രൂരമായി കൃത്യമായി ശക്തമായി കൈപ്പെടുന്ന ചോദ്യമല്ലോ. അതെന്നാലും നിന്റെ പുന്നാര പൂമോളെ ഫാത്തിമയോട് മലക്കുകളെന്ന് ചോദിക്കുക. മണ്ണിന്റെ അടിയിൽ വെച്ചുകൊണ്ട് മലക്കുകളോട് ഫാത്തിമക്ക് പറയാനുള്ള മറുപടി,
പാവപ്പെട്ട ഞാനത് പറയുകയാണെങ്കിലോ പാവപ്പെട്ട നിങ്ങളത് പറയുകയാണെങ്കിലോ അല്ലാഹു ആയിരിക്കും അപരാധം അത് നിറയിൽ വെച്ചുകൊണ്ട് കൃത്യമായി മലങ്ങളുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ. മലക്ക് കൊടുക്കുന്ന മറുപടി ഇൻഷാ അല്ലാഹ് മുഹമ്മദുൻ നബിയ്യ് മുഹമ്മദ് മുസ്തഫ എന്ന നബിയാണ്. എന്നാൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയ്ക്ക് കൊടുക്കാനുള്ള മറുപടി എന്താ? നബി എന്റെ നബി എന്റെ വാപ്പച്ചിയ, എന്റെ നബി എന്റെ വാപ്പച്ചിയ എന്ന് കബറിനകത്ത് വെച്ച് മുന്നോട് മറുപടി പറയുന്നത് പെണ്ണുണ്ടെങ്കിലോ അതാണ് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ കൊടുക്കുന്ന പോലെ അവർ കൊടുത്ത മാലയും പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിൽ വന്ന ഈ ഫഖീറായ പട്ടണിപ്പാവം പടവൃത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മാലയിലേക്ക് നേരിട്ട് പറയുകയാ, ഭക്ഷണത്തിന് വകയില്ലാത്തൊരു മനുഷ്യന്റെ മോളെ വീട്ടിലേക്ക് പോയപ്പോ ഒന്നും കൊടുക്കാൻ വീട്ടിലില്ലാത്തതിന്റെ പേരില് മനസ്സിലുള്ള പ്രിയപ്പെട്ടവരുടെ പുരാരമോളുടെ പൗരമായ മാല അതൂരിയുടെ പട്ടിണിപ്പാവത്തിന്റെ വിശപ്പടക്കാൻ കൊടുത്ത ഫാത്തിമയുടെ ഓർമ്മയില് ആ മാലയിലേക്ക് നോക്കിയിട്ട് മുസ്തഫായ നബി എന്ന് പറഞ്ഞപ്പോ തൊട്ടടുത്തുള്ള അള്ളാഹു പറയുകയാ